ഇതുപോലുള്ള ഹോളോഗ്രാഫിക്സ് എഫക്ട്സ് നമ്മൾ എങ്ങനെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. അതും ആഫ്റ്റർ എഫക്റ്റ് യൂസ് ചെയ്ത് വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഞാൻ ഈ വീഡിയോയിൽ അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയേണ്ടത്, അതായത് ക്യാമറ ട്രാക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടത്, അതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തേക്കണതാണ്. സോ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മുടെ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇത് നമുക്ക് ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് ആയതുകൊണ്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും അത് എന്താ സംഭവം എന്നുള്ളതൊക്കെ. സോ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി വാച്ച് ചെയ്യുക. സോ ന്യൂ കമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് എടുത്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യേണ്ട വീഡിയോ ആഡ് ചെയ്തു. സോ ഈ ഒരു വീഡിയോയിലാണ് നമ്മൾ ഹോളോഗ്രാഫിക്സ് ആഡ് ചെയ്യാൻ പോണത്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ട്രാക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ക്ലിപ്പും ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ റൈറ്റ് സൈഡിൽ ട്രാക്ക് ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും, അതെടുക്കാം. സോ നമ്മുടെ ഇത് ട്രാക്ക് ചെയ്യും. സോ ക്യാമറ ട്രാക്ക് ചെയ്തിട്ടുള്ള ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ ട്രാക്ക് ചെയ്യാം. സോ നമ്മൾ അങ്ങനെ ട്രാക്ക് ചെയ്ത് ഇവിടെ ട്രാക്കിംഗ് പോയിന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഒരു ട്രാക്കിംഗ് പോയിന്റ് സെറ്റ് ചെയ്യണം. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഹോളോഗ്രാഫിക്സ് വരാൻ എന്നുള്ളതാണ്. കാരണം ഇവിടെ കൈയുടെ മൂവ്മെന്റ് ഒക്കെ വരുന്നത്. സോ അവിടെ നമുക്ക് ഒരു ട്രാക്കിംഗ് പോയിന്റ് ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെയായിട്ട് നമുക്ക് ഒരു ട്രാക്കിംഗ് പോയിന്റ് സെറ്റ് ചെയ്യാം. ക്രിയേറ്റ് സോളിഡ് കൊടുക്കാം. സോ സോളിഡ് വന്നു. സോ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നിട്ട് സോളിഡ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കാം. സ്കെയിൽ ചെയ്യേണ്ടത് ഇവിടെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലും മനസ്സിലാവും. സ്കെയിൽ ചെയ്തിട്ട് നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ രീതിയിലേക്ക് ഇതൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് സോ ഫസ്റ്റ് സ്റ്റെപ്പായ ക്യാമറ ട്രാക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോളോഗ്രാഫിക്സ് നമുക്ക് ആഡ് ചെയ്യണം. സോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹോളോഗ്രാഫിക്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ അതിൽ നിന്ന് ഞാനൊരു ഹോളോഗ്രാഫിക്സ് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ എന്നിട്ട് ഹോളോഗ്രാഫിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇത് നമുക്ക് ഇതിലൊരു സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഫസ്റ്റത്തെ സെലക്ട് ചെയ്തു. ഇത് നേരെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഈ സോളിഡിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുക. സോ സോളിഡ് ഇവിടെ ഉണ്ട്, അതിന്റെ മുകളിൽ ഇത് വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ HUD പാനൽ ഈ ഹോളോഗ്രാഫിക്സ് ഒന്ന് 3D ലെയർ ആക്കി കൊടുക്കാം. 3D ലെയർ ആക്കി കൊടുത്തതിന് ശേഷം ഈ ട്രാക്ക് സോളിഡിന്റെ പൊസിഷൻ കോപ്പി ചെയ്തിട്ട് HUD പാനലിന്റെ പൊസിഷനിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് രണ്ടിന്റെ പൊസിഷൻ ലിങ്ക് ആവും. അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്യാൻ നമുക്ക് എന്തോരം സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിലേക്ക് ആക്കി കൊടുക്കുക. ഈ ഒരു സൈസിലേക്ക് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ആക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സോളിഡ് നമുക്ക് ആവശ്യമില്ല. സോ സോളിഡ് നമുക്ക് ഇൻവിസിബിൾ ആക്കി കൊടുക്കാം. ഇൻവിസിബിൾ ആക്കിയതിനു ശേഷം നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മളെ ഈ ഒരു ഹോളോഗ്രാഫിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ആയതുകൊണ്ടാണ് അത് അത്ര ക്ലിയർ ആയിട്ട് കാണാത്ത. സോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ആനിമേഷൻ ചെയ്യാം. അതായത് നമുക്ക് തുടക്കം തന്നെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. സോ നമ്മുടെ കൈ വരുന്ന ആ ഒരു പൊസിഷൻ തുടങ്ങി നമുക്ക് വന്നാൽ മതി. സോ എവിടെ കൈ വരുന്നതെന്ന് നോക്കിയിട്ട് സോ ആ പൊസിഷനിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഹോളോഗ്രാഫിക്സ് പൊങ്ങി വന്നാൽ മതി. സോ അതിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സിമ്പിൾ ആനിമേഷൻ കാണിച്ചു തരാം. അതായത് ട്രാൻസ്ഫോം എടുത്തിട്ട് ഇവിടെ നമുക്ക് സ്കെയില്, അതായത് എവിടെ വെച്ചാണോ അത് ഒറിജിനൽ പൊസിഷനിലേക്ക് വേണ്ടത്, നമ്മൾ വെച്ച പൊസിഷനിലേക്ക് വേണ്ടത്, അവിടെ നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിം വെക്കുക. അതിനുശേഷം നേരെ 0ലേക്ക് വലിച്ചിട്ട് സ്കെയിൽ ചെറുതാക്കി കൊടുക്കാം, 0 ആക്കി കൊടുക്കാം. സോ നമുക്ക് നമ്മുടെ കൈ വരുന്ന ഭാഗമാകുമ്പോഴേക്കും അത് അവിടെ വലുതായി വരുന്ന പോലത്തെ ഒരു അനിമേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആ കൈ വരുന്ന ഭാഗമാകുമ്പോൾ അതവിടെ കറക്റ്റ് വരും. ഇനി നമുക്ക് കൈയുടെ മൂവ്മെന്റ് അനുസരിച്ച് നമുക്ക് ഇത് മാറ്റാം. അതായത് ഇപ്പോൾ കുറച്ച് നീ കഴിയുമ്പോൾ കൈ നമ്മളിങ്ങനെ സ്ലൈഡ് വേണമെങ്കിൽ കാണിക്കണ്ടല്ലോ, സ്ലൈഡ് ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യണം. സോ അതിനായിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണോ നമ്മുടെ കൈയുടെ മൂവ്മെന്റ് സ്ലൈഡിങ് വരുന്നത് അവിടെ ഒരു കീ ഫ്രെയിം വെക്കുക. സോ നമ്മൾ ആ ഒരു പോയിന്റിൽ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. പൊസിഷനിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ കൈ പോകുന്ന കൈയുടെ എൻഡ് വരുമ്പോൾ, അതായത് സ്ലൈഡിങ്ങിന്റെ അറ്റം വരുമ്പോൾ, അതായത് ഈ ഒരു എൻഡ്, അതായത് കൈ സ്ലൈഡ് ചെയ്ത് വരുന്ന ആ ഒരു പൊസിഷനിൽ നമുക്കിത് ഇങ്ങനെ നീക്കി കൊടുക്കാം. സോ ഓട്ടോമാറ്റിക് അവിടെ ഒരു കീ ഫ്രെയിം വന്നോളും. സോ ഇതിങ്ങനെ പോകുന്ന പോലെ ഇത് നമുക്ക് നമ്മുടെ കമ്പോസിഷന്റെ പുറത്തേക്കാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് F9 അടിച്ച് 2 കീ ഫ്രെയിം സെലക്ട് ചെയ്ത് F9 അടിച്ചിട്ട് ഈസീസ് ആയി കൊടുക്കുക. സോ അവിടെ ആ ഒരു മൂവ്മെന്റ് വരും. ഇതുപോലെ നമുക്ക് ഇത് പോയി കഴിയുമ്പോൾ അടുത്ത HUD നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നമ്മുടെ സോളിഡിന്റെ അത് ഞാൻ കാണിച്ചു തരാം. അത് അങ്ങനെ പോയി കഴിയുമ്പോൾ അടുത്ത HUD ആഡ് ചെയ്തിട്ട്
ഇവിടെ സ്റ്റാർട്ടിങ് കൊടുക്കുക. സ്റ്റാർട്ടിങ് കൊടുത്തതിന് ശേഷം അതും ഇതുപോലെ തന്നെ 3D ലെയർ ആക്കുക. 3D ലെയർ ആക്കിയിട്ട് സോളിഡിന്റെ പൊസിഷൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് നമുക്ക് അടുത്ത കൈ സ്ലൈഡ് ചെയ്യുമ്പോൾ അതും അങ്ങനെ നീങ്ങി പോകണം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹോളോഗ്രാഫിക്സ് എഫക്ട്സ് ഒക്കെ നമുക്ക് നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കണ്ടന്റുകൾക്കായിട്ട് എൻ്റെ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം.